ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ പോകുന്നത് കുറച്ച് മണി പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മണി പ്ലാന്റ് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മണി പ്ലാന്റ് എടുക്കാൻ പോകും. ഇവിടെ ധാരാളം മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ തോടും ഒക്കെ ആയിട്ടാണ്. അത് കാരണം തന്നെ നിറയെ വെള്ളത്തിൻ്റെ ഈർപ്പമുള്ളതുകൊണ്ട് ശരിക്കും മണി പ്ലാന്റ് നല്ലവണ്ണം പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിപ്പോൾ ചേമ്പാണ്, തോട്ടിലൊക്കെ പിടിക്കുന്ന ഒരു തരം ചേമ്പില്ലേ, ഇത് ചൊറിയൻ ചേമ്പാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചെടുപ്പുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഇനി മണി പ്ലാന്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ മരത്തിലൊക്കെയാണ് ഇവിടെ ഇങ്ങനെയാണ് മണി പ്ലാന്റ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. വലിയ ഇലകളായിട്ട് കുറച്ച് മരങ്ങളിലാണ് ഇത് പിടിച്ച് നിൽക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെറിയ വള്ളികളുണ്ട്. അപ്പോൾ ആ ചെറിയ വള്ളികളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. മണി പ്ലാന്റ് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഇച്ചിരി നീളമുള്ളത്, എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല ഭംഗിയാണ്, ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി ഞാൻ കുറേ കൊണ്ടുപോയിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ ഈ ഒരു എടുക്കുന്ന സ്ഥലമൊക്കെ നിങ്ങളുടെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഇവിടെ അടുത്തുള്ള വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. അത് പൂച്ച ഉറങ്ങുന്നെന്ന് തോന്നുന്നു. ഇവിടുത്തെ പൂച്ചയാണെന്ന് തോന്നുന്നത്. ഈ സ്റ്റെപ്പിൽ കിടന്ന് നല്ല ഉറക്കമാണത്. ഇവിടെ ഇത്രയും ലെങ്തിനൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അത്രയും ലെങ്ത് ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. എനിക്ക് അങ്ങനെ തന്നെ വേണം കേട്ടോ. അത് കാരണം ഇങ്ങനെ ഇത്രയും ലെങ്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഞാനിങ്ങനെ നീളമുള്ളത് തന്നെ നേരത്തെ കൊണ്ടുപോയി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അത് കാരണമാണ് ഈ നീളമുള്ളത് തന്നെ എടുക്കുന്നത്. ഇങ്ങനെ ചുറ്റി തന്നെ ഞാനിങ്ങനെ ഇതിനകത്തോട്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോൾ അത് നല്ല ഒതുങ്ങിയിരുന്നോളും. ഇവിടെ തോടാണ് കേട്ടോ. തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ ആ കെട്ടിയിരിക്കുന്നതിൻ്റെ പുറത്തുകൂടി നിറയെ മണി പ്ലാന്റ് ഇങ്ങനെ റോഡിലേക്ക് പടരുവാണ്. നല്ല രസം അത് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ തോന്നും കേട്ടോ. ഇത് ഇച്ചിരി വലിയ ഇലകളാണ്, എന്നാലും അതിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇത്രയും മണി പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇച്ചിരി വലിയ ഇലകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി ചെറിയ ഇലകളുള്ള മണി പ്ലാന്റ് കുറച്ചുകൂടെ മുന്നേക്ക് പോയാലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കാൻ പോവുകയാണ്. ഇത് പോകുന്ന വഴിക്കാണ് ആ മഞ്ചാടി, നിറയെ മഞ്ചാടി വീണ് കിടപ്പുണ്ട് കേട്ടോ. മഞ്ചാടി ഇവിടുന്ന് ചിക്കും ഞാനും ഒക്കെ ചിലപ്പോൾ വന്ന് എടുക്കാറൊക്കെ ഉണ്ട്. നല്ല മഞ്ചാടി നിറയെ ഉണ്ട് കേട്ടോ. വേനലാവുകൊണ്ടായിരിക്കും കൊഴിഞ്ഞു വീഴുന്നുണ്ട്. നിറയെ മഞ്ചാടി റോഡിലെല്ലാം വീണ് കിടക്കും. നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് ശീമച്ചക്കയാണ് കേട്ടോ ഈ പിടിച്ചിരിക്കുന്നത്. ശീമച്ചക്ക അതുപോലെ ഇവിടെ മാവൊക്കെ നട്ടിട്ടുണ്ട്. ചെറിയ മാവും തെങ്ങും ഒക്കെ. മാവൊക്കെ കാച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ നാളായി ഇതുവഴി വന്നിട്ട് മാങ്ങയൊക്കെ മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാവിൻ തോട്ടമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നടക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ചെടിയുള്ള സ്ഥലം എത്തും കേട്ടോ. ഇനി നമ്മളിത് ഈ ചെറിയൊരു പാലമൊക്കെ കടന്ന് കുറച്ചുകൂടെ നടക്കണം കേട്ടോ. ഇത് തോടാണ്. നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ രണ്ട് സൈഡും വഴിയിൽ നിറയെ ഈ മഞ്ഞപ്പൂക്കളാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ പൂട്ട് നിൽക്കുന്നതാണ്. ഇവിടേക്ക് ഇങ്ങനെ തോടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡ് കൃഷിയും കൂടെ ചെയ്യുന്ന സ്ഥലമാണ്. കൃഷി ചെയ്യുന്നിടത്ത് മുളകൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നീല മുളകാണ്. അതൊക്കെ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. 5:30 ആവുന്നു കേട്ടോ. അതോ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. തോടുകൊണ്ട് അതുപോലെ ഈ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ആയത് കാരണം നല്ല കാറ്റും കൂടെ ഉണ്ട്. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചൊരു തോട്ടിൽ കൂടെയൊക്കെ നടന്നു പോയിട്ടാണ് ഇതെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടന്ന് ഇവിടെ തന്നെ വന്ന് എടുത്തത് കേട്ടോ. അവിടെ പിന്നെ കുറച്ച് വലിയ പ്ലാന്റുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയ ഇലകളായതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ. ഇവിടെ ആകുമ്പോൾ ചെറിയ ഇലകൾ കിട്ടും. അപ്പോൾ അതുപോയി എടുത്തിട്ട് ഇനി ഒരു കുഞ്ഞ് പാലം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കമ്പി വെച്ചിട്ടുള്ള പാലമാണ്. ഇതും കൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ നടക്കണം. ഇവിടെയൊക്കെ മണലിങ്ങനെ വെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തോട് വൃത്തിയാക്കിയതാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു പറമ്പിൽ മൊത്തം ഇതാണ് കേട്ടോ. ഈ ചേമ്പ് നല്ല രസമുണ്ട്. അതിങ്ങനെ ചുമന്ന കളറിലൊക്കെ ഉള്ള ചേമ്പ്. ഇവിടെ ഒത്തിരി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. കമുകൊക്കെയാണ്. കമുകിൻ്റെ ഇടയിൽ ഇതിങ്ങനെ നിറയെ പിടിച്ച് നിൽപ്പുണ്ട്. അത് നല്ല രസമുണ്ട്. ഇവിടെ നല്ല ചൂടുള്ള സമയമായിട്ട് പോലും, അതായത് മെയ് മാസമാണിത്. ഈ മാസത്തിൽ പോലും ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നത് പോലെ തന്നെ ഒരു രീതിയിലാണ് ഇപ്പോഴും ഇവിടുത്തെ ഈ പച്ചപ്പ്. ചക്ക പിടിച്ചിട്ട് പഴുത്ത് വീണതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്ഥലത്തുകൂടെ പറക്കുന്നത് കുറ്റീച്ചയാണെന്ന് തോന്നുന്നു. ഈച്ചകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൂര്യൻ്റെ ഈ ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഇത് പറക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം മണി പ്ലാന്റ്, ആ ചെറിയ ഇലകളുള്ള മണി പ്ലാന്റ് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു കുട്ട മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്നത് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.